അതാ എനിക്ക് അറിഞ്ഞുകൂടാത്തതല്ല. ഞാൻ ആരെടുത്തെന്ന് പറയും. ഒരുത്തനെ കാണാനുമില്ല. അവനെങ്കിലും വന്നിരുന്നെങ്കിൽ എൻ്റെ സങ്കടമൊന്നും പറഞ്ഞു തീർക്കായിരുന്നു. ഇപ്പം എന്തിനാ വെപ്രാളം കാണിക്കണത്? ഒരുമാതിരി ലേബർ റൂമിൽ ഭാര്യ പ്രസവം കാത്തിക്കുന്ന ഭർത്താവിനെ പോലെ ആര് പുല്ല് ഓസൊക്കെ വഴി കൊണ്ടിരിക്കും. അതെ, എൻ്റെ ഈ സങ്കടം നീയെങ്കിലും കേൾക്കണം. നീ അല്ലാതെ വേറെ ആരുണ്ടോ എനിക്ക് കേൾക്കാൻ? അതെന്ത് ചോദ്യമാടാ? നീ പറ കുട്ടാ കാര്യം എന്ത്? അത് നിനക്കറിയല്ല ഞാനും അവളുമായിട്ടുള്ള ഒരു സംഭവം. അവള് ഒരു മിനിറ്റ് കുഞ്ഞമ്മാ, നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ കൊച്ചിനെ കൊണ്ട് ഡീഗ്രേഡേഷൻ കൊണ്ടാക്കേ. നിങ്ങൾ എന്നെ ശരിയാക്കാൻ നോക്കും. നിങ്ങൾ ആദ്യം നിങ്ങളെ ഭർത്താവിനെ ശരിയാക്ക്. എന്നിട്ട് കൊച്ചിനെ കൊണ്ട് ഡി അഡിഷൻ സെൻറ്ററിലാക്കിയിട്ട് കൊച്ചിനെ കൊണ്ട് എടാ ഞാൻ അതല്ല പറഞ്ഞത്. എടാ അവൾ എന്നെ പറഞ്ഞിട്ട് കുഞ്ഞമ്മ അവള് പോണേ പോട്ട്. കൊച്ചിന് വേറെ പെണ്ണ് കിട്ടൂല്ലോ ഇവിടെ. അല്ല അത് രണ്ട് കാര്യം കൂടെ ആയപ്പോൾ ആകെ ഇനിയിപ്പോൾ ഇവൻ്റെ കൊച്ചിനാണ് കുഞ്ഞമ്മയുടെ ഭർത്താവാണ് പ്രശ്നം. ഇവൻ്റെ പ്രശ്നം എന്തിനാണ്? പറയേ നീ ആദ്യം ആ ഫോണാണ് ചോദിച്ചത്. ഇല്ല നീ പറ എല്ലാം കൂടെ ആയപ്പോൾ തലപ്പാന്ന് എടുത്തു. നീ പറ എന്നിട്ട് എടാ നീ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. അപ്പം ഞാൻ അത്ര വിഷമിച്ചില്ല നിൻ്റെ അടുത്ത് പറയാനിരിക്കുന്നത്. അവള് ലാസ്റ്റ് കുഞ്ഞമ്മ ഞാൻ പറയണ നിങ്ങൾ സമാധാനത്തോടെ കേൾക്ക്. അത് മാറിപ്പോയതാണ് എനിക്കിവിടെ. നമുക്ക് കൊച്ചനെ ആ പെണ്ണെ പിടിച്ചിരുത്തി സംസാരിക്കാം. അയ്യോ മാറി വീണ്ടും അവൻ്റെ കേസെടുത്ത് അവരെടുത്ത് പറഞ്ഞു. അല്ലേ ആകെ ഇതായാലയാ. അല്ലേ നീ വിഷമിക്കണ്ട. നിൻ്റെ കൊച്ചച്ഛൻ്റെ വെള്ളടി ഞാൻ നിർത്തി. കൊച്ചച്ഛൻ്റെ അച്ഛൻ്റെ കുടി പോയി പട്ടി കഴിവേറി വിഷമം കേൾക്കാൻ വന്നിരിക്കണോ? വഴിയുമില്ലേ ഇവിടെ? ഇവൻ്റെ കൊച്ചാൻ കുടിക്കണേ ഞാൻ ഇപ്പം എന്തിനാ? ഇത് ഞാൻ കൊണ്ട് കുടിപ്പിച്ച പോലെ ആയിപ്പോയല്ലോ. മക്കളെ അത് പെണ്ണടാ അതിൻ്റെ ഇരിക്കണമെന്ന് പറഞ്ഞത്. കൊച്ചച്ഛൻ്റെ ഒന്ന് നോക്കാല്ലേ? വച്ചിട്ട് പോവേ കൊച്ചച്ഛൻ്റെ ഒന്ന് നോക്കാല്ലേ?